എന്താ സംഭവം? ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? വിധിച്ചു എല്ലാരും കൂടെ. അത് തെറ്റാണ്. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചേർത്ത് പിടിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ്. ഒന്നാമത്തെ കാര്യം, അക്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. അവര് കംപ്ലൈന്റ് പരാതിക്കാരിയും കൂടിയാണ്. അതെ, അവര് എന്നാൽ ഈ കേസിലെ അതിജീവിതയെ കുറിച്ച് പറയൂ. ബാക്കി ഈ കേസിലെ അതിജീവിത ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കൊലക്ക് കൊടുത്ത അതിജീവിത. അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ നേരെ സെക്ഷൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അവര് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലും. ആൺകുട്ടികൾ നോക്കണേ, ഒരുത്തം മരിച്ചു കിടന്നാൽ പോലും മര്യാദ കാണിക്കുന്നില്ല. അവർ കൊടുത്തിട്ടില്ല, അത് കള്ളമാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ദീപക് മരിച്ചുപോയെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ആ വീഡിയോ നമ്മൾ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കും. ഇവർ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ നോക്കുന്ന സമയത്ത് അയാളിൽ ഒരു ഭാവവ്യത്യാസവും കാണുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്ന പറഞ്ഞോലെ മൂവ്മെന്റ് മനസ്സിലാവും പറഞ്ഞ പോലെ ഈ ഒരു മൂവ്മെന്റും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്ത് മൂവ്മെന്റ് ഞാൻ പറഞ്ഞത് എന്താണ്? പലരാണ് സൈക്കോളജിക്കലി പല പല അവസ്ഥകളുള്ള മനുഷ്യന്മാരാണ് നമ്മളല്ല. നിങ്ങൾക്കും അറിയില്ല ദീപകിന്റെ അവസ്ഥ എന്തായിരുന്നു. ഒരു മനുഷ്യന് ഒരു അബ്യൂസർ ആണെന്ന് അറിയുന്നതോ അല്ലെങ്കിൽ റേപ്പിസ്റ്റ് ആണെന്ന് അറിയുന്നത് അയാളുടെ ഒരുപാട് പണികൾക്ക് ശേഷമായിരിക്കും അറിയുന്നത്. എവിഡൻസ് ഉള്ള ഒരു സ്പേസിൽ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യും. എവിഡൻസ് ഇല്ലാത്ത അപ്പോഴും നമ്മൾ പറയാം അയാൾ നല്ലവനാണ്. ആരോട്? ആ പെൺകുട്ടി ശിംജിതയെ നമ്മളിപ്പോ മനസ്സിലാക്കിയോടത്തോളം നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ, എല്ലാ കഴിവുമുള്ള ഒരു നല്ല വിദ്യാഭ്യാസം ആ സ്ത്രീക്ക് അപ്പം തന്നെ പ്രതികരിക്കാമായിരുന്നു. അത് ശരി. ഒരു കാര്യം അത് പിന്നെ അരുണിമ ബാക്ക് പാക്കർ അരുണിമ പോലെയുള്ള ആൾക്കാർ റിയൽ ആയിട്ടുള്ള അബ്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ എന്ത് കമന്റുകളാണ് വരുന്നത്? അപ്പൊ ഇത്തരം കമന്റ് വരുന്ന സമൂഹത്തിൽ വീണ്ടും ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് യഥാർത്ഥ വിഷയത്തിൽ പോലും നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഇതുപോലെ ഫ്രോഡുകൾ ഉള്ളതുകൊണ്ടാ. വീഡിയോക്കകത്ത് നേരെ തിരിഞ്ഞു നിന്നാണ് ആദ്യം വീഡിയോ എടുക്കുന്നത്. കുറെ സമയത്തിന് ശേഷം പിന്നീട് തിരിഞ്ഞു നിന്ന് ആ കുട്ടിയുടെ ശരീരഭാഗം മുട്ടിക്കുന്ന രീതിയിൽ പോയി നിന്നാണ് ആ സുഹൃത്തിന് ദീപകിന്റെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വീഡിയോയിലെ കാര്യം പറയുന്നത് എന്റെ പൊന്നെ, ഒന്ന് മിണ്ടാതിരിക്കാം. തെറ്റാണെങ്കിൽ നമ്മളെ ബാഡ് ടച്ച് ചെയ്ത് നമ്മളെ 1 2 പ്രാവശ്യം നമ്മൾ സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അത് പ്രതികരിക്കാം. ഇത്ര ഇതെടുത്ത് ഫോണിലെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കത് വേറെ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു. അത് കറക്റ്റാണ് സാർ. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. എനിക്ക് ആ കുട്ടിയുടെ ബേസിസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വാണ്ടഡ്ലി എനിക്ക് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു, ഞാനിത് അവസാനിപ്പിക്കണം. ആ കണ്ണിൽ കാണാൻ, ആ തിളക്കം ആ കണ്ണിൽ കാണാൻ പറ്റും. പക്ഷെ എന്ത് കണ്ടന്റ് ആണ് കിട്ടിയത്? ആ കുട്ടിക്ക് വേണ്ട വേണ്ട കണ്ടന്റ് അല്ല, എന്ത് കണ്ടന്റ് കിട്ടി? അതുകൊണ്ട് മാത്രം ആ കുട്ടിയെ കണ്ണിൽ അല്ല, അതങ്ങനെ ശരിയാവും. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. പെൺകുട്ടി ബസ്സേ കയറുന്നു, മുന്നിൽ കൂടെ ചെറുപ്പക്കാരനും കയറുന്നു. അപ്പൊ അവള് നിന്ന് കൊടുക്കുന്നു, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞത്.
അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? അതാ എടുത്ത് കണ്ണിലുണ്ടാക്കിയതാണ്. അതാ, അങ്ങനെയാണ് അവർ അതാണ് ചെയ്തത്. അവളുടെ കണ്ണിൽ കണ്ടത്. അങ്ങനെയാണ് അവർ ആ ചെയ്തത്. സന്തോഷമാണ്. എനിക്ക് ആ സന്തോഷമാണ് ആ കണ്ണിൽ കണ്ടത്. കറക്റ്റ് ആണ്. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബിഹേവിയറൽ സയൻസിൽ. ഇതേപോലെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇത് സെക്കൻഡ് ഇയർ ആണ്. എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം അല്ല, അവർ ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് കിട്ടിയത് ഇതേ കണ്ടന്റ് തന്നെയല്ലേ? പറഞ്ഞു തന്നെയല്ലേ കിട്ടിയത്? എന്തോ ഷിംജിതയ്ക്ക് കിട്ടിയ കണ്ടന്റ് ഇത് തന്നെയല്ലേ ഇപ്പം? സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ ഒരാൾ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. സ്ത്രീകൾ പബ്ലിക്കായിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ബലാത്സംഗം ചെയ്യണമെന്ന് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടാണോ പ്രതികരിക്കേണ്ടത്? ഒരാൾ മരിക്കുമ്പോഴല്ലേ പ്രതികരിക്കേണ്ടത്? മരിക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എന്തോ എങ്ങനെ വീഡിയോ അല്ലാതെ ഒറിജിനൽ വീഡിയോ കിട്ടിയാൽ മരണപ്പെട്ടു പോയ ദീപക് നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ മരണപ്പെട്ടു പോയ ദീപകിനെ തിരിച്ചു കിട്ടുമോ? ഈ അച്ഛനും അമ്മയ്ക്കും തിരിച്ചിട്ട് അമ്മ പറയുന്നത് എന്താ, കുട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ആ കുടുംബം ആശ്രയിച്ചിരുന്നത് ആ ഒറ്റ മകനായ ദീപകിലാണ്. ഇനി ഇത് നിരപരാധിയാണെന്ന് തെളിഞ്ഞാല്, ദീപക് നിരപരാധിയാണെങ്കിൽ ദീപകിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? പറയട നാട്ടുകാരോട്. ദീപകിന്റെ മരണത്തിന് അതൊരു കാരണമായേക്കാം. പക്ഷെ അത് മാത്രമാണ് കാരണം നമുക്ക് പറയാൻ. ഷിംജിത ആയിക്കോട്ടെ, ഏതൊരു പെണ്ണായിക്കോട്ടെ, ഏതൊരാളായിക്കോട്ടെ, എക്സ് ഓർ വൈ ആരായിക്കോട്ടെ, നമുക്ക് ഒരു സൈബർ സ്പേസിൽ ഒരു അതിക്രമം ഉണ്ടാകും. അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ആരെയും നമ്മൾക്ക് അധികാരമില്ല, നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇന്ന ഒരാൾ കുറ്റം ചെയ്തില്ല നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഷിംജിതയെ എല്ലാരും കൂടെ പറയുന്നുണ്ട് ആ മരണത്തിന്റെ കാരണം അവളാണെന്ന് പറയാൻ മുഴുവിക്ക്. പക്ഷേ ചിലപ്പം ആ ദീപക്കിന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അതിന്റെ കൂടെ ഒരു കാരണവും കൂടി ആവാം ഇത്. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. ഷിംജിതയിലേക്ക് ഒറ്റയ്ക്ക് നമുക്ക് ഇത് ഷിംജിതനെ മാത്രം കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല. ഷിംജിതനെ കല്ലെറിയാൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഓത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? ആർക്കും കല്ലെറിയാനോ ഒരാളെ ചീമുട്ട എറിയാനോ മെൻസ് അസോസിയേഷൻ ഫേസ്ബുക്കിൽ ചീമുട്ട എറിയണത് അങ്ങനെ പറയാൻ എന്ത് റൈറ്റ് ആണോ? വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ, എല്ലാത്തിനും ജയിലിൽ കയറ്റും. നീ കുറെ ഉണ്ടാക്കുന്നേ. നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന വീഡിയോയിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ സ്വയം വീഡിയോ ഇട്ടതാരാ? ഷിംജിതയാണ്. ഈ ഇട്ട വീഡിയോ വെച്ച് ഷിംജിത കുറ്റക്കാരിയാണെന്നേ തോന്നുന്നു നമുക്ക് എല്ലാവർക്കും. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. വീഡിയോയിൽ എന്ത് തെറ്റാണെന്ന് പറയാമോ? ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ കണ്ട ഒരു സന്ദർഭം പറയാം. ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെ ഷോൾഡർ ഇവരുടെ എൽബോ ഈ ഷിംജിതയുടെ മേത്ത് തട്ടുന്നതാണ്. അത് കണ്ടപ്പോൾ ഞാൻ എന്റെ കമന്റ് എടുത്ത് നോക്കി മൊത്തം ഷിംജിതക്കെതിരെയുള്ള സൈബർ ബുള്ളിങ് ആണ് ഞാൻ കണ്ടത്. അതിനൊന്നും ഇല്ലേ കണ്ടത്? കമന്റ് വിടൂ, അത് വിടും, വഴിമാറി പോലെ കമന്റ് വിടല്ലേ. അല്ല അതില് ആ വീഡിയോയിൽ എന്താണ് തെറ്റ് എന്നാണ് എഴുതിയ കമന്റുകളെ തെറി എഴുതിയിട്ടുണ്ടാവാം, മോശപ്പെട്ട വാക്കുകൾ എഴുതിയിട്ടുണ്ടാവാം. അത് ആ വീഡിയോയിൽ ന്യായീകരണമല്ല, പക്ഷെ ആ വീഡിയോയിൽ എന്താണ് തെറ്റെന്നുള്ളതാണ് ഞങ്ങൾക്ക് കേൾക്കാൻ. ആ വീഡിയോ എനിക്ക് പേഴ്സണലായിട്ട് തെറ്റായി തോന്നി എന്ന് കരുതി ഞാനല്ല കോടതി. അത് തെറ്റാണോ ശരിയാണോ എന്ന് വിധിക്കേണ്ട ആള് ഞാനല്ല. അതാണ് പറയുന്നത്. വീഡിയോ എവിഡൻസിന് വേണ്ടി ആണിനും എടുക്കാം പെണ്ണിനും എടുക്കാം. ആണായാലും പെണ്ണാണെങ്കിലും എടുക്കുന്ന എന്ത് എവിഡൻസ് ആണെങ്കിലും ഉപയോഗിക്കുന്നത് കൃത്യമായി എവിഡൻഷ്യറി റീസൺസിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. അതിനെ ഡിഫമേറ്ററി റീസൺസിന് യൂസ് ചെയ്യരുത്. ദീപക്കിനെതിരെ ഈ കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കപ്പെട്ടതാണ് കുറ്റകരം. ആത്മഹത്യാ പ്രേരണമായി അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും ഒക്കെ അവകാശപ്പെടുന്നത്. സ്വാഭാവികം ആ തെറ്റിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഈ സമൂഹവും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതേ പറയുന്നുള്ളൂ. എല്ലാം കയ്യിൽ നിന്ന് പോവാ. സ്ത്രീ ആയതുകൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിക്കപ്പെടാമായിരുന്നു എന്ന് നമ്മൾ ദീപക് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷിംജിതയാണെന്ന് ഉറപ്പിച്ച് പറയാമായിരുന്നു. പക്ഷെ ഇതിന്റെ റീസൺ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഒരു പെൺകുട്ടിയെ മാത്രം മരിച്ചാലും മരിച്ചില്ലെങ്കിലും രണ്ടും മാറ്റി വയ്ക്കുക. പക്ഷെ ആ ഷിംജിത ചെയ്ത തെറ്റല്ലേ? എന്താ ഉറക്കം വരുന്നു. ആത്മഹത്യ പബ്ലിഷ് ചെയ്തത് തെറ്റാ. അതാണ് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കോടതിയായി മാറുന്നത് എന്തുകൊണ്ട്? അത് ഇവിടുത്തെ നിയമങ്ങൾക്ക് പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വാദിക്കരുത്. പരാതി പോലും കൊടുക്കാതിരുന്നിട്ട് ഞാൻ കോടതിയെയും പോലീസിനെയും ഈ നാട്ടിലെ നീതിന്യായത്തെയും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല.
എവിടെ പോണു? തൊണ്ട വെള്ളം കുടി. കുട്ടി പ്രതികരിക്കും. മോള് പ്രതികരിക്കും. പറയൂ. ഫോണിൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കൂല. പക്ഷെ വീഡിയോ എടുത്തിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയി കാണിക്കാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യല്ല വേണ്ടത്. നമുക്കൊരു അപകടം പറ്റി കിടന്നാൽ പോലും ചിലപ്പോ നമ്മളെ തൊടാൻ പോലും മടിക്കും. അങ്ങനെ ചിലപ്പോ ഇനി അതായിരിക്കും സംഭവിക്കാൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും സംഭവിക്കാൻ പോണത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.